ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈവനിങ് സ്നാക്സായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് സാൻഡ്വിച്ച്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് ബ്രെഡ് സാൻഡ്വിച്ച്. നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചിരുന്നു എന്തുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്താണ് പെട്ടെന്ന് ഫ്രിഡ്ജിൽ ബ്രെഡ് ഇരിപ്പുണ്ടല്ലോ. ബ്രെഡിൻ്റെ ഒരു കഥ വേറെയുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒഴിയാതിരിക്കുന്ന ഒരു സാധനമാണ് ബ്രെഡ്. കാരണം നമ്മുടെ കുഞ്ഞുനാളിൽ മുതൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ബ്രെഡ്. ശരിക്കും ബ്രെഡ് കഴിച്ച് ഞങ്ങളെല്ലാം മടുത്തൊരവസ്ഥ തന്നെയാണ്. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഈ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4 ബ്രെഡിനകത്ത് ആദ്യം നമ്മൾ മയണൈസ് വീട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം മയണൈസ് ചെയ്യാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെയാണ് മയണൈസ് ചെയ്യുന്നത്. അപ്പം മയണൈസ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു സവാള എടുത്തിട്ട് അത് കൊത്തി എരിഞ്ഞ്, ഒരു ക്യാരറ്റ് എടുത്തിട്ട് അതും കൊത്തി എരിഞ്ഞ് മയണൈസ് കൂടെ ആഡ് ചെയ്ത്, കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് ബ്രെഡ് ആദ്യം ഒരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കുറച്ച് മയണൈസ് തേച്ചിട്ട് അതിന് കുറച്ച് ഫില്ലിങ്സ് ഇടുക. അതുപോലെ ഓരോ ലെയറായിട്ട് അങ്ങനെ ചെയ്തിട്ട്, പിന്നെ നമ്മൾ ഈ മയണൈസ് അടിക്കാൻ ഉപയോഗിച്ച എഗ് വൈറ്റിൻ്റെ മഞ്ഞയുണ്ടല്ലോ, അത് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരിച്ചെടുത്തിട്ട് അത് നമ്മൾ ഈ സാൻഡ്വിച്ചിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ഓൾമോസ്റ്റ് രൂപം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫില്ലിങ്സ് ഒക്കെ ചെയ്തു, എഗ്ഗ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് ചൂടാക്കണം. നമ്മൾ അപ്പുറം ഇപ്പുറവും മറിച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണ്, ഹെൽത്തി ഫുഡാണ്. അതിൽ ക്യാരറ്റ് വരുന്നുണ്ട്, എഗ്ഗുണ്ട്, പിന്നെ ബ്രെഡ് എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് തന്നെയാണ്. എല്ലാ കുട്ടികൾക്കും അത് ഇഷ്ടപ്പെടും.